പി.വി. അൻവറിനെ കാണാൻ പോയതിനെ കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കും. കാരണം ഒരു അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് പറയുന്നത്. പക്ഷേ CPM 9 കൊല്ലക്കാലം ഞങ്ങളുടെ കടന്നൽ രാജ എന്ന് പറയുന്ന ആളെ കാണാൻ പോയത് എന്തോ ഒരു ഗോപ്യമായ ഏർപ്പാടാണെന്ന് CPM തന്നെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ 9 കൊല്ലക്കാലം പൂവിട്ട് പൂജിച്ച ആളെ കാണാൻ പോലും കൊള്ളരുതാത്തവനാണ് എന്ന് നിങ്ങൾ ഒന്ന് പറയട്ടെ. അങ്ങനെ വേണ്ട. ഞാനൊരു മറുപടി പറയുകയല്ലേ. ഞാനൊരു മറുപടി പറയുമ്പോൾ അത് കേട്ടതിന് ശേഷം ദേശാഭിമാനിയുടെ കൈരളിലേക്ക് ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങനെ റിപ്പീറ്റഡായിട്ട് ചോദിക്കല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ അങ്ങയുടെ ചോദ്യം അതൊക്കെ ആരെങ്കിലും ഗൗരവത്തിലെടുക്കും? ശ്രീ V.D. സതീശൻ ഈ മുന്നണിയുടെ അഭിമാനമായി തന്നെ അദ്ദേഹം തന്നെ ഈ മുന്നണിയെ നയിച്ചു മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻസിലല്ല. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പിണറായിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വരാം. അതല്ല, പിണറായിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ, പിണറായിസം എന്ന് പറയുന്ന ആശയത്തെ ഒറ്റുകൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ തോൽപ്പിക്കും. പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി, ഈ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ എതിരെ നിന്നാൽ അദ്ദേഹത്തിന് കൂട്ട്. അതിനൊരു സേഫ്റ്റി വാൽവായി എന്ന ആ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് കിടക്കട്ടെ എന്നൊരു സേഫ്റ്റി വാൽവാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. ഇങ്ങോട്ട് ഡിമാൻഡ്സ്, UDF-നോട് ഡിമാൻഡ്സ് പറയാൻ അങ്ങനൊന്നുമില്ല. UDF ആകെ കേൾക്കുന്ന സമ്മർദ്ദം, UDF ആകെ കേൾക്കുന്ന ഡിമാൻഡ്സ് അത് ജനങ്ങളുടേത് മാത്രമാണ്. ജനങ്ങളുടെ ഡിമാൻഡ്സ് ഞങ്ങൾ കേൾക്കും. അല്ലാതുള്ള ഒരാളുടെ ഡിമാൻഡും ഒരാളുടെ സമ്മർദ്ദവും കേൾക്കാൻ പോകുന്നില്ല. അന്നത്തെ ചർച്ചയിലും അദ്ദേഹത്തിന്റെ ഡിമാൻഡ്സിനെ പറ്റിയല്ല സംസാരിച്ചത്. അദ്ദേഹത്തോട് അന്ന് സംസാരിച്ചത് പിണറായിസ വിരുദ്ധ നിലപാടുകളിൽ അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്, അങ്ങയുടെ ട്രാക്ക് തെറ്റരുത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു സമ്മർദ്ദത്തിനും ഒരാവശ്യത്തിനും മുന്നിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഒരു സേഫ്റ്റി വാൽവ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള മുന്നേറ്റത്തെ ഒറ്റുകൊടുക്കുവാനാണ് അദ്ദേഹത്തെ ശ്രമിക്കുന്നതെങ്കിൽ പിണറായിസത്തെ തോൽപ്പിക്കും, അദ്ദേഹത്തെ തോൽപ്പിക്കും. നമ്മൾ 9 വർഷക്കാലം CPM-ന്റെ MLA ആയിരുന്ന ഒരാള് 9 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ പിണറായിസം എന്ന് പറയുന്ന ഒരു വലിയ ദുർഭൂതമുണ്ട്. ആ ദുർഭൂതത്തിനെതിരായി അതിന്റെ പലതരം വിക്ടിംസാണ് ഞങ്ങളെല്ലാവരും, ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ. അതിൽ അദ്ദേഹം എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞത്. ആ ക്ലാരിറ്റിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതല്ല, അതിനെ ഒറ്റുകൊടുക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും തോൽപ്പിക്കും. എം സ്വരാജാണോ? അത് എം സ്വരാജിനോട് ചോദിക്കൂ. ഈ നാടിനെ അധിക്ഷേപിച്ച ഈ നാട്ടിലെ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ അതേ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞ മറുപടിയെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു. അപ്പോ അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അത് കൈരളിയുടെ മാത്രം പ്രശ്നമാണ്, അത് മറ്റാരുടെയും പ്രശ്നമല്ല. അത് വ്യക്തമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട്, മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മലയാള ഭാഷ മനസ്സിലാക്കി